ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസിലെ 8th ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. പ്രൊവൈഡ് ദ നമ്പർ ഇൻ ദ ബോക്സ് സച്ച് ദാറ്റ് 2/3 ഇൻറ്റു ഒരു ബോക്സ് തന്നിട്ടുണ്ട് നമുക്ക്, എന്നിട്ട് 10/30 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2/3നെ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 10/30 എന്ന ആൻസർ കിട്ടുന്നത് എന്നാണ് നോക്കേണ്ടത്. 2 ഇൻറ്റു എത്രയാണ് 10? 2 ഇൻറ്റു 5 ആണ് അല്ലേ. 3 ഇൻറ്റു എത്രയായിരിക്കും 30 എന്ന് കിട്ടുന്നത്? 3 ഇൻറ്റു 10. ഇനി നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 10നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 10 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 10ൽ 2 5 ടൈംസ്, 2ൽ 2 1 ടൈം. അപ്പോൾ നമുക്ക് ഈ 5 കിട്ടിയാലോ. ഇനി 30യെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 30/3. അപ്പോൾ 3ൽ 3 1 ടൈം, 0. ഈ 3ൽ 3 1 ടൈം. ഈ 10 കിട്ടി. അങ്ങനെ നമുക്ക് 2 ഇൻറ്റു 5 ഈക്വൽസ് ടു 10 അങ്ങനെ നോക്കാം. അതല്ലെങ്കിൽ ഈ 10നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടുത്തെ ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മളടുത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ വേറൊരു പാർട്ട് കൂടെ ഉണ്ട്. ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ദ നമ്പർ ഒബ്റ്റൈൻഡ് ഇൻ ദ ബോക്സ് ഈസ് ഡാഷ്. അപ്പോൾ ബോക്സിൽ തന്നിട്ടുള്ളത് എന്താണ്? 5/10 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്താ? 5ൽ 5 1 ടൈം, 10ൽ 5 2 ടൈംസ്, 1/2. ഇതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊവൈഡ് ദ നമ്പർ ഇൻ ദ ബോക്സ് സച്ച് ദാറ്റ് 3/5 ഇൻറ്റു സംതിങ് ഈക്വൽസ് ടു 24/75. നമുക്ക് നോക്കാം. 3 ഇൻറ്റു എത്രയായിരിക്കും 24? 3 ഇൻറ്റു 8 അല്ലേ 24. അത് എഴുതി കൊടുക്കാം. 5 ഇൻറ്റു എത്രയായിരിക്കും 75? 5 ഇൻറ്റു 15 ആണ് 75. ഇനി നമുക്ക് അതൊന്നും പെട്ടെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? 24നെ ഈ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എഴുതാം. 24ൽ 3 8 ടൈംസ്, 3ൽ 3 1 ടൈം, 8 എന്ന് കിട്ടും. ആ 8 ആണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി 75നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 7ൽ 5 1 ടൈം, 2 ബാലൻസ്, 25ൽ 5 5 ടൈംസ്, 5ൽ 5 1 ടൈം. അപ്പോൾ നമുക്ക് 15 എന്ന് കിട്ടി. ആ 15 ആണല്ലോ ഇവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെയും ചെയ്യാം. ഇനി ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ദ നമ്പർ ഒബ്റ്റൈൻഡ് ഇൻ ദ ബോക്സ് ഈസ് വാട്ട്? ബോക്സിൽ കിട്ടിയ നമ്പർ എത്രയായിരുന്നു? 8/15 ആയിരുന്നു. അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം 8/15 തന്നെയാണ്. ഇനി സിംപ്ലസ്റ്റ് ഫോമൊന്നും വേറെ ഇല്ല എഴുതാനായിട്ട്. അപ്പോൾ അത് തന്നെ എഴുതി കൊടുക്കാം. ഇത്രയുള്ള കൂട്ടുകാരെ, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോനെ കുറിച്ച് പറയണം. ഇതിന് മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കാണണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു. ബൈ ബൈ.